السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد عبده ونبي ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما قدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه حسنا. صدق الله المولانا العظيم. الجنة تحت أقدام الأمهات. شفيعنا رسول الله صلى الله عليه وسلم. അവർക്കെപ്പോഴും ഗുണം ചെയ്തിരുന്നാൽ നേട്ടമ, ഐശ്വര്യം അതിനാൽ വന്നിടും നബി വാക്യമ. അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠത അതിനുള്ളതാണെന്ന് ഹദീസിൽ വന്നതാ. വാലം സയ്യിദുനാ മൗലാന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം. അള്ളാഹു റസൂൽ ചെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു റസൂലിൻ്റെ ഒരാൾ മുൻ കേട്ട്, യാ മുത്ത് റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുടെ മാർഗത്തിൽ ജിഹാദ് പോകൂ, ദീനീ യുദ്ധ ധർമ്മയുദ്ധത്ത് പോകൂ, ഞാൻ ഉദ്ദേശിക്കട്ടെ നബിയേ. അതുകൊണ്ട് നമുക്ക് യുദ്ധത്ത് പോകൂ, നമുക്ക് എന്താക്കറു, അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കറു നബിയേ എന്ന് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന്, നിങ്ങളെ ഉമ്മം ബാപ്പം ബാക്കിയുള്ളാറ ചെന്നെങ്കിൽ ഹയാത്തുള്ളാറ അതിൽ ചെന്ന് വന്നതിൽ ഹയാത്തുള്ളാറ അവനെ ചെന്ന് അങ്ങനെ ശുശ്രൂഷയാക്കി ചെന്ന് അങ്ങനെ സന്തോലാക്കുറു ആരെ ഉമ്മം ബാപ്പടെ നിങ്ങൾ സന്തോലാക്കുടു. അത് ജിഹാദിനെ കാട്ടി അഫ്ളൽ, ജിഹാദിനെ കാട്ടി ഭയങ്കര ഗ്രേറ്റസ്റ്റ്. അതുകൊണ്ട് ഉമ്മം ബാപ്പടോ എന്തൊരു ബാധ്യത, എന്തെല്ലാം ഹക്കുണ്ടു, അങ്ങനെ ഹക്കട നിങ്ങൾ പൂർത്തിയാക്കുറു എന്തെങ്കിലും നിങ്ങൾ സന്തോഷിക്കാം എന്ന് ചെല്ലു. മഹാൻ അബ്ദുല്ലാഹിബ്നു ഉമർ ഞാൻ ചെല്ലു ആറാട്ട് ഉമ്മും ബാപ്പടെ ಬೇಜಾರಾಕಿಡಾರಂಟೈತಿ. അങ്ങനെ മക്കളെ കൊണ്ടു സന്തോല കിട്ടുന്ന പകൽ നിരിക്കിടവേ വേണ്ടങ്ങ. ആറാട്ട് ഉമ്മും ബാപ്പടെ ಬೇಜಾರಾಕಿಡಾರಂಟೈತೆങ്കിൽ, അങ്ങനെ അർസവർ പാട്ടിടാറുണ്ടൈತೆങ്കിൽ, അങ്ങനെ ദൂരാറുണ്ടൈತೆങ്കിൽ, അങ്ങനെ മക്കളെ കൊണ്ട് സന്തോല കിട്ടിട്ട് അങ്ങ് നിരിക്കണമേ വേണ്ട, നിരിക്കാണ്ടിക്കട്ട്. ആറുകാട്ട് അങ്ങനെ മക്കളെ കൊണ്ട് സന്തോല ಬೇನುಂಟೈತೆങ്കിൽ, അങ്ങനെ മക്കളെ കൊണ്ട് സന്തോല ಬೇನುಂಟೈತಿ. ಬೇನುಂಟು ಐತಿ അങ്ങനെന്താക്കട്ട് മക്കുവായിട്ട് അങ്ങനെ തനു മന ധന എല്ലാം ചിലവാക്കിയിട്ട് മക്കളെ ബൽത്താറ് എത്രയോ എല്ലാ പാപ്പന്മാർ ഉമ്മന്മാർ സുബ്ഹാനല്ലാഹ് മക്കളെ ബൽത്തുമ്പത്തു അങ്ങ് എല്ലാ നിലക്കും യന്ത്രവിന് ചിലവാക്കും തയ്യാറെല്ലാവരും. നല്ല വിഷയം. പിന്നെ എന്താക്കണു, അങ്ങനെ മക്കളുണ്ട് അങ്ങ് സന്തോല കിട്ടണുണ്ട്, ഉറപ്പ് വേണ്ടി സന്തോല കിട്ടണുണ്ട്, അങ്ങ് ഗ്യാരണ്ടി വേണ്ടി സന്തോലമേ കിട്ടണുണ്ട് ആയിട്ടെങ്കിൽ അങ്ങനെ ഉമ്മം ബാപ്പടെ അങ്ങ് സന്തോലാക്കിട്ടേ ഇക്കട്ട്. അങ്ങനെ ബമ്മപ്പടെ സന്തോലാക്കട്ടെ. പിന്നെന്താക്കട്ടെ, മക്കൾക്ക് അങ്ങെന്താക്കട്ടെ ദീനിയായ ഇൽമു എന്താ കൊടുക്കട്ടങ്ങ, ദീനിയായ ഇൽമു കൊടുക്കട്ടെ. ആർക്ക്? മക്കൾക്ക് ദീനിയായ ഇൽമു കൊടുക്കണം, ഉമ്മം ബാപ്പടെ സന്തോലാക്കണം. ഈ രണ്ട് കാര്യം നിങ്ങൾ ആക്കിത്തെങ്കിൽ നിങ്ങളെ മക്കളെ കൊണ്ട് സദാ സന്തോലമേ സന്തോല. ആ മക്ക നിങ്ങൾ ഒരൊറ്റ ഒരു കാലത്തും നിങ്ങൾ എന്താക്കില്ല, തെല്ലും ബേജാറാക്കില്ല, തെല്ലും നിങ്ങൾ അരസവർ പാട്ടില്ല, തെല്ലും നിങ്ങൾ വെറുപ്പാവിടൂ. നിങ്ങളെ മനസ്സിൽ മാനസികമായ ബേജാറ്, ശാരീരികമായ ബേജാറ് ഇങ്ങനെല്ലാം ഉണ്ടല്ലേ. ശരീരത്തിലുള്ള ബേജാറ് വേറെ, മനസ്സ് അവിടെ ബേജാറ് വേറെ. ഇങ്ങനത്തെ ബേജാറ് ഒന്നും നിങ്ങളെ മക്ക ഉണ്ടാക്കണമില്ല. സന്തോലമേ നിങ്ങൾ എപ്പോൾ ഇതുണ്ടാറ്. അതുകൊണ്ട് നിങ്ങളെ മക്കളെ കൊണ്ട് നിങ്ങൾ സന്തോലം വേണ്ടു. നിങ്ങൾ ആവശ്യമാണ്, പെണ്ണാവട്ടെ ആണാവട്ടെ, ആ മക്കളെ കൊണ്ട് നിങ്ങൾ എപ്പം സന്തോലം വേണം. അങ്ങനെ അങ്ങുമായിട്ട് നിങ്ങൾ എന്താക്കിയാൽ തനു മന ധന എല്ലാം ചേർവാട്ടി ഫുള്ള് അങ്ങനെ നിങ്ങൾ വലിച്ചാൽ എല്ലാവരും മക്കുമായിട്ട് എന്ത് വിനയാക്കിടാറ്. പക്ഷെ അങ്ങനെ കൊണ്ട് സന്തോല പേരുണ്ടായിട്ട് നിങ്ങൾ രണ്ട് സ്വരാക്കണം. എന്തൊന്നാക്കണം, ഒന്ന് നിങ്ങളെ ഉമ്മം ബാപ്പടെ നിങ്ങൾ സന്തോലാക്കൂട, ഭാഗ്യക്കാർ നിങ്ങൾ ആയിട്ടെങ്കിൽ നിങ്ങളെ മക്ക നിങ്ങളെ സന്തോലാക്കിടാറ്. പിന്നെ എന്തോ അങ്ങു നല്ല ദീനിയായ ഇൽമു നിങ്ങൾ കൊടുക്കണം. ദീനിയായ ഇൽമു നിങ്ങൾ കൊടുത്താറുണ്ട് നിങ്ങൾ സന്തോലാണ്. ഈ രണ്ട് കാര്യം നിങ്ങൾ ആക്കിയാറിത് സന്തോല. ഇല്ലെങ്കിൽ രണ്ട് കാര്യം ആക്കിയില്ലെങ്കിൽ നിങ്ങൾ ആലിമാക്കിയിട്ടും നിങ്ങൾ സ്വന്തമില്ല. നിങ്ങൾ ഉമ്മം ബാപ്പടെ ബേജാറാക്കിയിട്ട് ആലിമുണ്ടായിട്ടെങ്കിൽ അവനുക്കും മക്കളെ കൊണ്ടെന്താവണം, അവൻ്റെ മക്കളെ കൊണ്ട് അവനുക്കും ബേജാറ്, അവനെ കൊണ്ട് മക്കളെ കൊണ്ട് അവനുക്ക് ഇടങ്ങേറ്, അവൻ്റെ മക്കളെ കൊണ്ട് അവനുക്കും
തെല്ല സന്തോഷമേ കിട്ടില്ല എന്ന് ചൊല്ലാറ് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല തംബിഹുൽ ഗാഫിലീൻ ചൊല്ലുന്ന കിതാബിൽ കാണാം. അതുകൊണ്ട് ഉമ്മും ബാപ്പയുടെ സന്തോഷാക്കൊടു സ്വാലിഹിങ്ങളെ കൊടുത്ത് പെടുത്ത റഹ്മാൻ ഞങ്ങൾ ഉമ്മും ബാപ്പ കബറിലുള്ളാറിനത് അങ്ങനെ കബറിൻ്റെ പരമ സന്തോഷാക്കല്ല, പരമറാഹത്താക്കല്ല, പരമവിശാലാക്ക് റഹ്മാൻ ഖിയാമന്നാളത്തോളം ഖിയാമന്നാൾ ഇസ്രാഫിൽ കൊമ്പുതര കാലത്തോളം സന്തോഷത്തെ ഓട്ടി 40 ആറാക്കി കൊടുത്തോണ്ടിരുന്നിട്ട് സ്വർഗത്തെ എല്ലാ നിയമത്തും നീ കൊടു അല്ലാ. അതല്ല ആഫ്യത്തിലൂടെ ഇവിടെ ഉള്ളാറിൻ്റെ ഭൂമിയിൽ മേലുള്ളാണ്ടിದೆ അങ്ങ് ആഫ്യത്തിലൂടെ ദീർഘകാലം ചെയ്യിക്കോ നീ അവതാക്കും. അങ്ങനെ സന്തോഷാക്കും, എല്ലാ രീതിയിലും സന്തോഷാക്കും. നമുക്ക് എല്ലാവർക്കും നീ അവതാക്കുക. അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.